പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്സാണിത്. ആദ്യം തന്നെ എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. ഒരു ബിസിനസ്സിൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് എത്ര ക്യാഷ് വന്നു, എത്ര പോയി, എന്തൊക്കെ വാങ്ങി, എന്തൊക്കെ വിറ്റു, ലാഭമുണ്ടായോ അല്ലെങ്കിൽ നഷ്ടമുണ്ടായോ, ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ച് മനസ്സിലാക്കുന്ന പ്രോസസ്സിനാണ് പറയുന്നത് അക്കൗണ്ടിങ് എന്നത്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ബേസിക് അക്കൗണ്ടിങ് ടേംസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അസറ്റ്. എന്താണ് അസറ്റ്? ബിസിനസ്സിലെ വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളെയും പറയുന്ന പേരാണ് അസറ്റ് എന്നത്. ഉദാഹരണം, ബിസിനസ്സിലെ ഫർണിച്ചർ, ഷെൽഫിലുള്ള ക്യാഷ്, ഫാന്, AC, ബിൽഡിംഗ്, ഇതെല്ലാം ബിസിനസ്സിൻ്റെ അസറ്റാണ്. അടുത്ത അക്കൗണ്ടിങ് ടേമാണ് എക്സ്പെൻസ്. എന്താണ് എക്സ്പെൻസ്? ചെലവ്, അതായത് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചെലവുകൾ, അതായത് സാലറി പെയ്ഡ്, അതായത് വർക്കേഴ്സിന് സാലറി കൊടുക്കൂല, അതാണ് സാലറി പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, ബ്രോക്കറേജ് പെയ്ഡ്, ഇതൊക്കെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. ഓക്കെ, അടുത്തതാണ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ബാധ്യതകൾക്കാണ് ഈ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ബാധ്യത, കടം. ഉദാഹരണം, ബിസിനസ് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ആ ലോൺ തിരിച്ച് വീട്ടണ്ടേ, തിരിച്ച് റീപേ ചെയ്യണം. അത് ബിസിനസ്സിനൊരു ബാധ്യതയാണ്, കടമാണ്, കടമായിട്ടാണ് മേടിച്ചത്, അപ്പോൾ അത് റീപേ ചെയ്യണം. അത് ബിസിനസ്സിൻ്റെ ഒരു ലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ ബിസിനസ് ഗുഡ്സ് മേടിച്ചു, അതും കടത്തിനായിട്ട്, ഫുൾ പേയ്മെൻറ്റ് ചെയ്യാതെ കടത്തിനായിട്ട് ഗുഡ്സ് മേടിച്ചു, അതും ബിസിനസ്സിൻ്റെ ഒരു ലയബിലിറ്റിയാണ്, തിരിച്ച് വീട്ടേണ്ട കടമാണ്. ഓക്കെ, അതൊരു ബാധ്യതയാണ്. ഇതൊക്കെയാണ് ലയബിലിറ്റിയിൽ പെടുന്ന എക്സാമ്പിൾസ്. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മലയാളത്തിൽ മൂലധനം എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ പഠിക്കുന്ന സമയത്ത് ഒരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താണ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് കാണണം. അതായത് ബിസിനസ്സിനെ ഒരു വ്യക്തിയായിട്ട് കാണണം. ബിസിനസ്സും ഓണറും രണ്ട് വ്യക്തികളായിട്ട് കാണണമെന്നാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. അതൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണം, ഒരു അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ 1,00,000 രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അഹമ്മദിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? അഹമ്മദിൻ്റെ ഭാഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും? ഞാൻ ബിസിനസ്സിൽ 1,00,000 രൂപ നൽകി, അതായിരിക്കും അഹമ്മദിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ബിസിനസ്സിൽ ഓണറിൽ നിന്ന് 1,00,000 രൂപ ലഭിച്ചു, അത് അഹമ്മദിൽ നിന്ന് 1,00,000 രൂപ ലഭിച്ചു. ഇതാണ് ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരുടെ കാഴ്ചപ്പാടായിരിക്കും അക്കൗണ്ടിങ് ചെയ്യാൻ? തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും അക്കൗണ്ടിങ് ചെയ്യേണ്ടത്, ഒരിക്കലും ഓണറിൻ്റെ കാഴ്ചപ്പാടിലായിരിക്കരുത്. ഇതാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഈ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഓണർ ബിസിനസ്സിൽ എന്തൊക്കെ കൊണ്ടുവന്നു അതിനെയാണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം, ക്യാഷ്, ചെക്ക്, ഫർണിച്ചർ, ഓണർ എന്തും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നോ അതെല്ലാം ക്യാപിറ്റലായിട്ടാണ് പരിഗണിക്കുന്നത്. അടുത്തതാണ് ഇൻകം. അതായത് ബിസിനസ്സിൻ്റെ വരവ്. ബിസിനസ്സിന് വരുമാനം ഉണ്ടാവുമല്ലോ, അതായത് ഒന്നെങ്കിൽ സെയിൽസിൽ നിന്നായിരിക്കും, അതായത് ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ് വിറ്റിട്ട് കിട്ടുന്ന വരുമാനം ഉണ്ടാവുമല്ലോ, അതാണ് സെയിൽസ്. അതിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ റെൻറ്റ് റിസീവ്ഡ്, അല്ലെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ്, അങ്ങനെ ഓരോന്നും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇൻകമിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, റവന്യൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം അസറ്റ് എന്ന് വെച്ചാൽ ബിസിനസ്സിൽ വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളും. എക്സ്പെൻസ് എന്ന് വെച്ചാൽ ബിസിനസ്സിലുള്ള ചെലവുകൾ. ലയബിലിറ്റി, ബിസിനസ്സിൻ്റെ ബാധ്യത, അതായത് കടങ്ങൾ. പിന്നെ ക്യാപിറ്റൽ, ഓണർ എന്തൊക്കെ ബിസിനസ്സിൽ കൊണ്ടുവന്നു അതൊക്കെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലായിട്ടാണ് പരിഗണിക്കുന്നത്. എൻറ്റിറ്റി കൺസെപ്റ്റ്, ഓണറും ബിസിനസ്സും രണ്ട് ഇൻഡിവിജ്വലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു അക്കൗണ്ടൻ്റ് എപ്പോഴും ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇനി അടുത്തതാണ് ഇൻകം. ഇൻകം എന്തായിരുന്നു? ബിസിനസ്സിൻ്റെ വരവ്. മനസ്സിലായില്ലേ? ഓക്കെ. പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ട് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ തന്നാൽ അതിൽ നോക്കിയിട്ട് രണ്ട് അക്കൗണ്ട്സിനെ കണ്ടുപിടിക്കലാണ്
അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ഈ ട്രാൻസാക്ഷൻ? ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഇടപാടുകളെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പർച്ചേസ് സാധനം വിറ്റു, ഗുഡ്സ് വിറ്റു, സെയിൽ പർച്ചേസ് എന്ന് വെച്ചാൽ ഗുഡ്സ് മേടിച്ചു, സെയിൽ ഗുഡ്സ് വിറ്റു, റെന്റ് പെയ്ഡ് റെന്റ് കൊടുത്തു, കമ്മീഷൻ പെയ്ഡ് കമ്മീഷൻ റിസീവ്ഡ്. ഇതൊക്കെയാണ് ട്രാൻസാക്ഷൻ. മനസ്സിലായി? ഇടപാടുകൾ. അപ്പോൾ എന്താണ് ഈ ബിസിനസ് ട്രാൻസാക്ഷൻ? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റിയത്, അതായത് പണത്തിന്റെ മൂല്യത്തിൽ വാല്യൂ ഉള്ള ട്രാൻസാക്ഷനെയാണ് ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്. ഇതിൽ ഫർണിച്ചർ മേടിച്ചു, എന്ത് കൊടുത്തിട്ട്? ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ ഇതിലുള്ള 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഫർണിച്ചറാണ് മേടിച്ചത്, എന്ത് കൊടുത്തിട്ടാണ്? ക്യാഷ് കൊടുത്തിട്ട്. ഇങ്ങോട്ട് വന്നത് ഫർണിച്ചർ, പോയത് ക്യാഷ്. മനസ്സിലായോ? ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഏത് ട്രാൻസാക്ഷൻ എടുത്താലും അതിൽ 2 അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ഉണ്ടാവും. ഒന്ന് ഗിവിങ് ആസ്പെക്റ്റും ഒന്ന് റിസീവബിൾ ആസ്പെക്റ്റും. ഇതിലേതാ ഗിവിങ് ആസ്പെക്ട്? ക്യാഷ് ആണ് ഇവിടെ ഗിവിങ് ആസ്പെക്ട്. അതായത് നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആണ്, എന്നിട്ട് കിട്ടുന്നത്, റിസീവ് ചെയ്യുന്നത് എന്താണ്? ഫർണിച്ചറാണ്. ഓക്കെ, മനസ്സിലായോ? ഫർണിച്ചറും ക്യാഷും 2 അക്കൗണ്ട്സ്. ഇതിലുള്ള 2 അക്കൗണ്ട്സ് ആണ് ഫർണിച്ചർ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി കൊടുത്തു, എന്തായിട്ടാണ് കൊടുത്തത്? ക്യാഷ് ആയിട്ട്. അപ്പോൾ ഇതിൽ 2 അക്കൗണ്ടാണ് ഇത്, സാലറി അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. സാലറി കൊടുത്തു, ക്യാഷ് ആയിട്ട് കൊടുത്തു. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറിയാണ് കൊടുത്തത്, പക്ഷെ എന്തായിട്ടാണ് കൊടുത്തത്? ക്യാഷ് ആയിട്ട്. അപ്പോൾ ആദ്യത്തെ അക്കൗണ്ട് സാലറി, പിന്നെ ക്യാഷ് അക്കൗണ്ട്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ആണ് കമ്മീഷൻ റിസീവ്ഡ് ബൈ ചെക്ക്. ഇതിലെന്താ പറയുന്നത്? കമ്മീഷൻ കിട്ടി, എന്തായിട്ടാണ് കിട്ടിയത്? ചെക്കായിട്ട്. ക്യാഷ് ആയിട്ടല്ല, ചെക്കായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത് ആദ്യത്തെ അക്കൗണ്ട് ഏതായിരിക്കും? ഏതൊക്കെ അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാവാൻ? ഒന്ന് കമ്മീഷൻ അക്കൗണ്ട്, അടുത്തത് ചെക്ക് അക്കൗണ്ട് ആണോ? ചെക്ക് അക്കൗണ്ട് എന്നല്ല നമ്മൾ എഴുതാൻ. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതും, പക്ഷെ ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് അക്കൗണ്ട് എന്നല്ല എഴുതാൻ, നേരെ മറിച്ച് ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതാൻ. ഓക്കെ, കമ്മീഷൻ അക്കൗണ്ട് വരണം, പിന്നെ ചെക്ക്, ബാങ്ക് അക്കൗണ്ട്. ഒരിക്കലും ചെക്ക് അക്കൗണ്ട് എന്ന് എഴുതരുത് കേട്ടോ, അത് തെറ്റാണ്. ചെക്കായിട്ട് റിസീവ് ചെയ്താലോ പേ ചെയ്താലോ ബാങ്ക് അക്കൗണ്ട് ആണ് അക്കൗണ്ടിങ് ബുക്സിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ. റെന്റ് പെയ്ഡ് ബൈ ക്യാഷ്. റെന്റ് കൊടുത്തു, എന്തായിട്ടാണ് കൊടുത്തത്? ക്യാഷ് ആയിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിലുള്ള അക്കൗണ്ട്സ്? ഒന്ന് റെന്റ് അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇത് സിമ്പിൾ ആയിരുന്നല്ലോ. ഇനി അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രോം ABC ട്രേഡേഴ്സ്. പർച്ചേസ് ഫർണിച്ചർ മേടിച്ചു, എന്ത് കൊടുത്തിട്ടാണ് മേടിച്ചത്? ക്യാഷ് കൊടുത്തിട്ടാണോ? ഇല്ല, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല, നേരെ മറിച്ച് പേര് മാത്രമേ ഉള്ളൂ. ABC ട്രേഡേഴ്സിൽ നിന്ന് മേടിച്ചു എന്ന പേര് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടുത്ത് ക്യാഷ് പോയിട്ടില്ല. മനസ്സിലായോ? കടത്തിലാണ് മേടിച്ചത്, അതുകൊണ്ടാണ് ഇവിടെ പേര് വന്നത്. അല്ലെങ്കിൽ ഇവിടെ ക്യാഷ് എന്ന് വരുമായിരുന്നു, ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നത് പർച്ചേസ് ഫർണിച്ചർ ഫ്രം ABC ട്രേഡേഴ്സ് എന്നാണ്. അപ്പൊ ബുക്സിൽ എങ്ങനെ? അക്കൗണ്ടിങ് ബുക്സിൽ നമ്മൾ എന്താ എഴുതാന്? ഒരിക്കലും ക്യാഷ് എന്ന് എഴുതൂല, ABC ട്രേഡേഴ്സ് എന്നിട്ട് എഴുതാന്. കാരണം ABC ട്രേഡേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ഇവരെ പേര് എഴുതാൻ. അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് ഇനി പൈസ കൊടുക്കാനുണ്ട് എന്ന്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ്, സെയിം ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ്.
പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. ഇതിനാണ് പറയുന്നത്. ഈ ABC നേരത്തെ എക്സാമ്പിൾ ഉണ്ടല്ലോ, പർച്ചേസ് ഫർണിച്ചർ ഫ്രം ക്യാഷ്, ഈ എക്സാമ്പിൾ, ഇതിനാണ് പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് അതായത് കടത്തിന് മേടിച്ചു, അതിനാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ക്യാഷ് പോയിട്ടില്ല, ഓക്കെ, അഥവാ ക്യാഷ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ക്രെഡിറ്റ് പർച്ചേസ് ആയത്. ഓക്കെ, അത് വിട്ടുകളെ. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ, പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. ഇതെന്താ പറയുന്നത്? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എന്ത് കൊടുത്തിട്ടാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തത്? ക്യാഷ് കൊടുത്തിട്ട്. അപ്പൊ ഇവിടെ നേരത്തെ എക്സാമ്പിൾ നോക്കുക നിങ്ങൾ. നേരത്തെ എക്സാമ്പിളിൽ ഇവിടെ ഫർണിച്ചർ, പർച്ചേസ് ഫർണിച്ചർ എന്ന് വന്നു, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്? ഫർണിച്ചർ അക്കൗണ്ട് എന്ന് എഴുതി. ഓക്കെ, പക്ഷെ ഇവിടെ പർച്ചേസ് ഗുഡ്സ് എന്നുള്ളത്, അപ്പൊ നമുക്ക് ഗുഡ്സ് അക്കൗണ്ട് എന്നിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. ഫർണിച്ചർ എന്ന് വെച്ചാൽ അതവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫർണിച്ചർ ആണെന്ന്, അതുകൊണ്ട് തന്നെ ഫർണിച്ചർ ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഗുഡ്സ് എന്നാണ്. ഗുഡ്സ് എന്ന് വെച്ചാൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വിൽക്കാൻ വേണ്ടി മേടിക്കുന്ന സാധനമാണ് ഈ ഗുഡ്സ്. ഇതൊരു ബിസിനസ് വിൽക്കാൻ വേണ്ടി മേടിക്കുന്ന സാധനമാണ് ഗുഡ്സ്. അതുകൊണ്ട് തന്നെ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റൂല. അത് ഇങ്ങനെ പർച്ചേസ് ഗുഡ്സ് എന്ന് വന്നാൽ അപ്പൊ നമ്മൾ എഴുതേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ആണ്, ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ട് ആയിരിക്കില്ല. ഓക്കെ, പിന്നെ അടുത്തത് അറിയാം, പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്, ക്യാഷ് കൊടുത്തിട്ടാണ്. അപ്പൊ അടുത്തത് ക്യാഷ് അക്കൗണ്ട്. ഇത് മനസ്സിലായില്ല അല്ലേ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. അതായത് അടുത്തതാണ് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. ഇവിടെ എന്താ എഴുതാന്? ഇവിടെയും ഗുഡ്സ് എന്നുള്ളത്, ഫർണിച്ചറോ ബിൽഡിങ്ങോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സോൾഡ് ഗുഡ്സ്, വിൽക്കാൻ വേണ്ടി മേടിച്ച സാധനം വിറ്റു. നേരത്തെ നമ്മൾ മേടിച്ച സാധനം ഇല്ല, പർച്ചേസ് ഗുഡ്സ്, നമ്മൾ നേരത്തെ വിൽക്കാൻ വേണ്ടിയിട്ട് ഗുഡ്സ് മേടിച്ചു, ഇപ്പൊ ആ ഗുഡ്സ് വിൽക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ? ഗുഡ്സ് അക്കൗണ്ട് എന്നിട്ട് എഴുതോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ സോൾഡ് ഗുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എഴുതേണ്ടതാണ് സെയിൽസ് അക്കൗണ്ട്. നേരത്തെ എന്താ ചെയ്തത്? നേരത്തെ പർച്ചേസ് ചെയ്തത്, മേടിക്കുക ചെയ്തത്. അതുകൊണ്ട് എന്താ എഴുതിയത്? നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് എന്നാണോ എഴുതിയത്? അല്ല, പർച്ചേസ് അക്കൗണ്ട്. അതായത് ഇപ്പം ആ നേരത്തെ മേടിച്ച ഗുഡ്സ് സോൾഡ് ചെയ്തു, വിറ്റു. അപ്പൊ നമ്മൾ എഴുതേണ്ടതാണ് സെയിൽസ് അക്കൗണ്ട്. അക്കൗണ്ടിങ് ബുക്സിൽ എഴുതേണ്ടതാണ് സെയിൽസ് അക്കൗണ്ട്. ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ട് എന്നിട്ട് എഴുതരുത്, പക്ഷെ സെയിൽസ് അക്കൗണ്ട് ആയിരിക്കും എഴുതേണ്ടത്. പിന്നെ എന്ത് കൊടുത്തിട്ടാണ് മേടിച്ചത്? ബൈ ക്യാഷ്, ക്യാഷ് കിട്ടിയിട്ടാണ് മേടിച്ചത്. അപ്പൊ എന്താ? ക്യാഷ് അക്കൗണ്ട്, അടുത്ത അക്കൗണ്ട്. ഓക്കെ, ഇതിനാണ് പറയുന്നത് അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ. ഒരു ട്രാൻസാക്ഷൻ തരും, എന്നിട്ട് അതിൽ നോക്കിയിട്ട് ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ, ഏതൊക്കെ റിസീവ്ഡ് ആസ്പെക്ട് ഏതാണ്, ഗിവിങ് ആസ്പെക്ട് ഏതാണെന്ന് നോക്കി കണ്ടുപിടിക്കലാണ് അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷനെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ആണ്. എന്താണ് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ? ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ പറയുന്ന മുമ്പേ നമ്മൾ ലാസ്റ്റ് പഠിച്ച 2 ക്ലാസ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ട്രാൻസാക്ഷൻ തന്നാൽ അതിൽ നിന്ന് 2 അക്കൗണ്ടുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇനി ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ആണ്. നേരത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, അതിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കില്ല, ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ. അപ്പൊ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ അറിയണമെങ്കിൽ ഏതൊക്കെയാ ഗ്രൂപ്പ് എന്ന് ആദ്യം അറിയണം. ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിരുന്നു, അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം. ഇതാണ് 5 ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വഴി പഠിക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്. ഇതെന്താ പറയുന്നത്? പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്, ക്യാഷ് കൊടുത്തിട്ട് ഫർണിച്ചർ മേടിച്ചു.
എന്ത് മേടിച്ചു? ഫർണിച്ചർ മേടിച്ചു, ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? അക്കൗണ്ട് ഐഡന്റിഫിക്കേഷനിൽ 2 അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് ഫർണിച്ചർ അക്കൗണ്ട്, പിന്നെ ക്യാഷ് അക്കൗണ്ട്. ഈ ഫർണിച്ചർ ഏത് ഗ്രൂപ്പിലായിരിക്കും പെടാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫർണിച്ചർ എന്ന് പറയുന്നത് ഇത് ബിസിനസ്സിലെ ഒരു വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഫർണിച്ചർ എപ്പോഴും അസറ്റിലായിരിക്കും ഉൾപ്പെടാൻ. അസറ്റ്. അതുപോലെ തന്നെ ക്യാഷ് വന്നാലും പോയാലും ശരി, ക്യാഷ് എന്നുള്ളത് എപ്പോഴും അസറ്റ് ആയിട്ടായിരിക്കും പരിഗണിക്കപ്പെടാൻ. അപ്പം ക്യാഷും അസറ്റ് എന്ന ഗ്രൂപ്പിലായിരിക്കും, ഫർണിച്ചർ അക്കൗണ്ടും അസറ്റ് എന്ന ഗ്രൂപ്പിലായിരിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് സാലറി പെയ്ഡ് ബൈ ക്യാഷ്. ഇത് എത്ര അക്കൗണ്ട് ഉണ്ട് ഇതിൽ? സാലറി കൊടുത്തു. എന്തായിട്ടാണ് കൊടുത്തത്? ക്യാഷ് ആയിട്ട്. അപ്പോൾ ഇത് എത്ര അക്കൗണ്ട് ഉള്ളത്? ഒന്ന് സാലറി, ഒന്ന് ക്യാഷ്. ക്യാഷ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ക്യാഷ് ആയിട്ട് കൊടുത്തു. എന്താ കൊടുത്തത്? സാലറി. 2 അക്കൗണ്ട്. അപ്പോൾ സാലറി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. ഇപ്പോൾ ഈ സാലറി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു. വന്നാലും പോയാലും ക്യാഷ് അക്കൗണ്ട് എപ്പോഴും അസറ്റ് ആയിരിക്കും. അസറ്റ്. ഇനി സാലറി എന്ന് വെച്ചാൽ എന്തായിരിക്കും? കമ്പനിക്ക് എന്തായിരിക്കും സാലറി? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സാലറി പെയ്ഡ് എന്ന് എവിടെ പറയുന്നത്? സാലറി പെയ്ഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സാലറി കൊടുത്തത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? കമ്പനിക്ക് എപ്പോഴും അതൊരു ചെലവാണ്. മനസ്സിലായില്ലേ? എക്സ്പെൻസ് ആണ് കമ്പനിന്റെ. അതുകൊണ്ട് തന്നെ സാലറി അക്കൗണ്ട് എന്നുള്ളത് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിലായിരിക്കും പെടാൻ. അതുകൊണ്ട് തന്നെ സാലറി അക്കൗണ്ട് എക്സ്പെൻസിലായിരിക്കും. ഇനി അടുത്തതാണ് റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ്. ഇത് എത്ര അക്കൗണ്ട് ഉള്ളത്? റെന്റ്. ഇതെന്താ പറയുന്നത് ഇതിൽ? റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ്. റെന്റ് കിട്ടി. എന്ത് വഴിയാണ് കിട്ടിയത്? എന്തായിട്ടാണ് കിട്ടിയത്? ക്യാഷ് ആയിട്ട്. അപ്പോൾ എത്ര അക്കൗണ്ട് ഉള്ളത്? ആദ്യത്തേത് ഒന്ന് ക്യാഷ്. എന്നിട്ട് എന്താ കിട്ടിയത്? എന്താണ്? റെന്റാ കിട്ടിയത്. അപ്പോൾ റെന്റ് വേറൊരു അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്തായിരിക്കും? അസറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തതാണ് റെന്റ്. ഇവിടെ റെന്റ് എന്താ ചെയ്തത്? റെന്റ് കിട്ടുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കിയ റെന്റ് കിട്ടുകയാണ് ചെയ്തത്. റെന്റ് റിസീവ്ഡ് ആണ്. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റെന്റ് റിസീവ് ചെയ്തത്. റെന്റ് കമ്പനിക്ക് കിട്ടുകയാണ് ചെയ്തത്. കമ്പനി റെന്റ് പെയ്ഡ് അല്ല. റെന്റ് മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ല ചെയ്തത്. പക്ഷെ നേരെ മറിച്ച് റെന്റ് റിസീവ് ചെയ്തത്. റെന്റ് കിട്ടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതെന്താന്ന് കമ്പനിക്ക്? ഇതൊരു വരവാണ്, വരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻകം എന്ന ഗ്രൂപ്പിലായിരിക്കും ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ റെന്റ് പെയ്ഡ് എന്തായിരിക്കും? ഇവിടെ റെന്റ് പെയ്ഡ് എന്നാണെങ്കിൽ എന്തായിരിക്കും ഈ റെന്റ് അക്കൗണ്ട്? ഇൻകം ആയിരിക്കുമോ? അല്ല, എക്സ്പെൻസ് ആയിരിക്കും. കാരണം റെന്റ് പെയ്ഡ് എന്ന് വെച്ചാൽ റെന്റ് കൊടുക്കുക ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവാണ്. ഓക്കെ. ഇനി അടുത്തതാണ് പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. ഇതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പർച്ചേസ് ഗുഡ്സ് എന്ന് വരുമ്പോൾ ഗുഡ്സ് അക്കൗണ്ട് എന്നിട്ട് വരില്ല, പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരാനെന്ന്. ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഇല്ല. ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റു വസ്തുവാണ് ഗുഡ്സ്. അതുകൊണ്ട് തന്നെ പർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിട്ട് ആയിരിക്കും എഴുതാൻ. അപ്പോൾ ഇവിടെ എന്താ എഴുതാൻ? പർച്ചേസ് അക്കൗണ്ട്. ഇവിടെ പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. ഗുഡ്സ് മേടിച്ചു. എന്തായിട്ടാണ് മേടിച്ചത്? എന്ത് കൊടുത്തിട്ടാണ് മേടിച്ചത്? ക്യാഷ്. ക്യാഷ് പോയി, ഗുഡ്സ് വന്നു. ഇവിടെ ക്യാഷ് അസറ്റ് ആണെന്ന് മനസ്സിലായി. ഈ പർച്ചേസ് അക്കൗണ്ട് എന്തായിരിക്കും? ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തത്. അതായത് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി മേടിച്ച വസ്തു ഗുഡ്സ്.
ആ വസ്തു എന്താണ്? കമ്പനിക്ക് വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്. കമ്പനി വിൽക്കാൻ വേണ്ടി മേടിച്ച വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും അസറ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ, പർച്ചേസ് അക്കൗണ്ട് അസറ്റ് ആണ്, ക്യാഷ് അക്കൗണ്ട് അസറ്റ് ആണ്. ഇനി അടുത്തതാണ് പർച്ചേസ് ഫർണിച്ചർ ഫ്രം ABC ട്രേഡേഴ്സ്. ഇതിലെന്താ പറയുന്നത്? ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, കമ്പനി ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, മേടിച്ചു ABC ട്രേഡേഴ്സിൽ നിന്ന്. ഇതിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതായത് പൈസ കൊടുത്തിട്ടാണ് മേടിച്ചത്, ക്യാഷ് കൊടുത്തിട്ടാണ് മേടിച്ചത് എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും പറയുന്നില്ല. ഫർണിച്ചർ പർച്ചേസ് ചെയ്തു ABC ട്രേഡേഴ്സിൽ നിന്ന്. ഇവിടെ ഈ പാർട്ടിന്റെ പേര് വരാൻ കാരണം എന്താണ്? കാരണം ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഇത് ഇങ്ങനെ പാർട്ടിന്റെ പേര് വരാൻ കാരണം ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. കാരണം പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പാർട്ടിന്റെ പേര് വരാൻ കാരണം. അല്ലെങ്കിൽ ഇവിടെ ക്യാഷ് എന്നായിരിക്കും വരാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് വെച്ചാൽ കടത്തിന് മേടിച്ചത്. ക്രെഡിറ്റ് പർച്ചേസ്. അപ്പൊ ഇവിടെ എത്ര അക്കൗണ്ട്സ് ഉള്ളത്? പർച്ചേസ് അക്കൗണ്ടും ABC ട്രേഡേഴ്സ് അക്കൗണ്ടും അല്ല. ഇവിടെ പർച്ചേസ് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തത്, ഗുഡ്സ് അല്ല. ഗുഡ്സ് ആണ് പർച്ചേസ് അക്കൗണ്ട് നട്ടു വരുന്നത്. പക്ഷെ ഇവിടെ മേടിച്ചത് പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് എന്താ മേടിച്ചത്, ഫർണിച്ചർ ആണ്. അപ്പൊ ഇത് ഫർണിച്ചർ അക്കൗണ്ട് എന്ന് തന്നെ എഴുതാൻ. ഫർണിച്ചർ അക്കൗണ്ട്. അടുത്ത അക്കൗണ്ട് ഏതാ? അടുത്ത അക്കൗണ്ട് ആണ് ABC ട്രേഡേഴ്സ്. കാരണം എന്താ, ഇത് നമ്മളെ ഒരു ക്രെഡിറ്റർ ആണ്. അതായത് നമ്മൾ ഇനി അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇന്ന വ്യക്തിക്കോ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനോ പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയുടെയോ പേര് ആണ് രേഖപ്പെടുത്താൻ. ഒരിക്കലും ക്യാഷ് എന്നായിരിക്കില്ല. സോ ഫർണിച്ചർ അക്കൗണ്ടും പിന്നെ ABC അക്കൗണ്ടും, ABC ട്രേഡേഴ്സ് അക്കൗണ്ടും. അപ്പോൾ ഈ ഫർണിച്ചർ അക്കൗണ്ട് ഏതിലായിരിക്കും പെടാൻ? ഫർണിച്ചർ അക്കൗണ്ട് നമുക്കറിയാം, ഫർണിച്ചർ അസറ്റ് ആണ്, വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്. ഈ ABC ട്രേഡേഴ്സോ? ABC ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ഒരു ക്രെഡിറ്റർ ആണ്. അതായത് കമ്പനി കടത്തിന് മേടിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എൻറ്റിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ABC ട്രേഡേഴ്സ് എപ്പോഴും കമ്പനിക്ക് ഒരു ബാധ്യതയായിരിക്കും. കമ്പനി കടത്തിന് മേടിച്ചതാണല്ലോ, പൈസ ഇനി കൊടുക്കാനുണ്ട് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ABC ട്രേഡേഴ്സ് എന്താണ്? കമ്പനിയുടെ ലയബിലിറ്റി ആണ്. സോ ABC ട്രേഡേഴ്സ് ലയബിലിറ്റി എന്ന ഗ്രൂപ്പിലായിരിക്കും എഴുതപ്പെടാൻ. ഇനി അടുത്തതാണ് സോൾഡ് ഗുഡ്സ് ടു രാഹുൽ. ഇതിലെന്താ പറയുന്നത്? സോൾഡ് ഗുഡ്സ് ടു രാഹുൽ. രാഹുലിന് ഗുഡ്സ് വിറ്റു. ഇതിലും പറയുന്നില്ല, ബൈ ക്യാഷ് എന്ന് പറയുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? കമ്പനി രാഹുലിന് ഗുഡ്സ് വിറ്റു, പക്ഷെ രാഹുൽ പേയ്മെന്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് രാഹുലിന്റെ പേര് ഇവിടെ വരാൻ കാരണം. അല്ലെങ്കിൽ ഇവിടെ ക്യാഷ് എന്നാ വരാൻ, സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് എന്നാ വരാൻ. ഓൾറെഡി ഫുൾ പേയ്മെന്റ് അടച്ചിട്ടാണ് ഗുഡ്സ് മേടിച്ചതെങ്കിൽ ഇവിടെ ബൈ ക്യാഷ് എന്നാ വരാൻ, സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന്. ഇത് പണം അടക്കാത്തതുകൊണ്ടാണ് സോൾഡ് ഗുഡ്സ് രാഹുൽ എന്ന് വരാൻ കാരണം. അപ്പൊ ഇതെന്താണ്? രാഹുൽ എന്താണ്? കമ്പനിയുടെ ഡെറ്റർ ആണ്. രാഹുലിൽ നിന്ന് കമ്പനിക്ക് പൈസ ലഭിക്കാനുണ്ട്, ഇന്നോ നാളെയോ പൈസ ലഭിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, രാഹുൽ കമ്പനിയുടെ ഒരു ഡെറ്റർ ആണ്. ഡെറ്റർ എന്ന് വെച്ചാൽ എന്താ? രാഹുലിൽ നിന്ന് പൈസ നമുക്ക് ലഭിക്കാനുണ്ട് കമ്പനിക്ക്. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് ഏതായിരിക്കും? സോൾഡ് ഗുഡ്സ് എന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു, ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ സോൾഡ് അക്കൗണ്ട് എന്നോ എല്ലായിരിക്കും എഴുതാൻ, പക്ഷെ സെയിൽസ് അക്കൗണ്ട് എന്നായിരിക്കും എഴുതാൻ. രാഹുൽ എന്താണ്? കമ്പനിയുടെ ഡെറ്റർ ആണ്. ഡെറ്റർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? പൈസ അവരിൽ നിന്ന് കമ്പനിക്ക് കിട്ടാനുണ്ട്, അതാണ് ഡെറ്റർ. ഇവിടെ തരാം. ഡെറ്റർ. ക്രെഡിറ്റർ എന്ന് വെച്ചാൽ കമ്പനി അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. ഡെറ്റർ എന്ന് വെച്ചാൽ കമ്പനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ട്.
മനസ്സിലായോ? അപ്പോൾ രാവിലെ എപ്പോഴും ഡെറ്റർ ആയിരിക്കും. ഡെറ്റർ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് പൈസ ലഭിക്കാനുണ്ട്, അതൊരു വാല്യൂ ഉള്ളൊരു വസ്തുവാണ്. അങ്ങോട്ട് ഒരു വാല്യൂ ഉള്ള വസ്തുവാണ്, നമുക്ക് ഇന്നോ നാളെയോ പൈസ ലഭിക്കും അതിൽ നിന്ന്. അതുകൊണ്ട് എന്താ, രാവിലെ അസറ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. സെയിൽസ് അക്കൗണ്ട്, കമ്പനി ഗുഡ്സ് വിൽക്കുക ചെയ്തത്. അപ്പോൾ വിൽക്കുന്നതോടുകൂടി കമ്പനിക്ക് എന്താ കിട്ടുന്നത്? വരുമാനം, വരുമാനം, ഇൻകം, റവന്യൂ. അതുകൊണ്ട് തന്നെ സെയിൽസ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യാൻ ഇൻകം എന്ന ഗ്രൂപ്പിലായിരിക്കും.